അപ്പോൾ തിരുവാതിരയുടെ ഒരുക്കങ്ങൾ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ 3 കുതിര ഒരുക്കുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു കുതിരയുണ്ട്. ടോട്ടൽ എനിക്ക് തോന്നുന്നു 6 കുതിരയാണ് ഇത്തവണ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഇവിടെ എല്ലാം ഫുൾ ലൈറ്റും കാര്യങ്ങളായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രി, അതായത് കുതിരെടുപ്പ് കഴിയുന്നതിൻ്റെ അന്ന് രാത്രി ഇതെല്ലാം ഓണായി സെറ്റാകത്തുള്ളൂ. അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് മെയിൻ നമ്മുടെ കുതിരകൾ. അതായത് 6 കുതിര ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ എല്ലാ തവണയും ആദ്യത്തെ 2 കുതിര ആയിരിക്കും ഏറ്റവും ഹൈറ്റ് ഉള്ളതും അതൊക്കെ. അപ്പം ഇതാണ് ശരിക്കും ആൽത്തറമൂട്. ഇവിടെ മെയിനായിട്ടുള്ള 2 കുതിരകൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒന്നാം നമ്പർ എടുപ്പ് കുതിരയും 2ാം നമ്പർ എടുപ്പ് കുതിരയും. അപ്പോൾ ഞങ്ങൾ പിന്നെ വൈകുന്നേരം അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും തന്നെ കുറേ ലൈറ്റ്സൊക്കെ ഓൺ ആയിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ചെറുതിലിങ്ങനെ ലൈറ്റ് കാണാൻ പോകാമെന്നും പറഞ്ഞിട്ട് തന്നെ ഒരു ദിവസം പോകുമായിരുന്നു. കാരണം അത്രയ്ക്കും കണ്ടാലും തീരാത്ത അത്രയും സ്ഥലങ്ങളിൽ ആൾക്കാരിങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് ഇതെല്ലാം ഒരുക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ അമ്മ അമ്പലത്തിൽ നിൽക്കുകയാണ്, അമ്മയെ വിളിക്കാൻ കൂടെ വേണ്ടി പോവുകയാണ്. പക്ഷേ അവിടേക്ക് ചെന്നപ്പോൾ ഭയങ്കര ബ്ലോക്കായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവിടെ അത് ചിങ്ങേലിയാണ്. ചിങ്ങേലി ജംഗ്ഷനിൽ അവിടുത്തെ ലൈറ്റൊക്കെ ഓൺ ആക്കിയതിൻ്റെ ആഘോഷമാണ് ഈ ആകാശത്ത് കാണുന്നത്. അപ്പം ലൈറ്റ്സൊക്കെ ഓൺ ആക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ചെറിയ അവരുടേതായിട്ടുള്ള സന്തോഷം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എല്ലാം സംഭവം സെറ്റായിട്ടുണ്ട്. ഇത് ഇങ്ങനെ കണ്ട് തീരത്തില്ല, അതുപോലെയാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. ഇങ്ങനെ കുറേ സ്ഥലം, അതായത് എനിക്ക് തോന്നുന്നു പാങ്ങലുതാട്, ചിങ്ങേലി, അങ്ങനെ ഒത്തിരി സ്ഥലമാണ്. കടയ്ക്കൽ ഫുള്ള്, ആൽത്തറമൂട്, പിന്നെ ഞങ്ങളുടെ ഏരിയ, അങ്ങനെ ഞാൻ 56 കരക്കാർ ചേർന്ന് നടത്തുന്നതാണല്ലോ. അപ്പോൾ അത്രയും സ്ഥലങ്ങളിൽ ഇതുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ എടുപ്പുതിര ഞാൻ രാവിലത്തെ വെളിച്ചത്തിൽ കണ്ടത്, ഇപ്പോൾ രാത്രി കാണാൻ എന്ത് ഭംഗിയല്ലേ. അപ്പോൾ 2 എണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നാളെ ഇനി ഇത് നാളെയാണ് ഇതിൻ്റെ മെയിൻ ഉത്സവം. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കുത്തിയോട്ടക്കളി മത്സരം കൂടി ഇന്നായിരുന്നു. അപ്പം എനിക്കത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുത്തിയോട്ടക്കളി മത്സരം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര യുണീക്കായിട്ടുള്ളതാണ്. നാടൻ പാട്ടൊക്കെ പാടിയിട്ട് നല്ല രസമാണ്. അപ്പോൾ അതിന്നായിരുന്നു. അതിവിടെ സ്റ്റേജിൽ നടക്കുന്നുണ്ട്. മത്സരം കഴിഞ്ഞിട്ട് ഏറ്റവും നല്ല ടീമിന് ക്യാഷ് അവാർഡ്, എവറോളിംഗ് ട്രോഫി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ കുത്തിയോട്ടപ്പാട്ടുകൾ കേൾക്കാൻ ഒരു പ്രത്യേക രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര പഴയ നാടൻ പാട്ടിൻ്റെ ഇതൊക്കെയാണല്ലോ. അപ്പോൾ ഭയങ്കര ഒരു ഹരം കൊള്ളുന്ന അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ പാട്ട്.